പോയിന്റ് നമ്പർ 5. ഇത് നമ്മുടെ ജോർജ് കുട്ടിയുടെ വീടിന്റെ പുറകിലാ സാർ. ഏത് ജോർജ് കുട്ടി? ആ വരുൺ കേസിൽ അത് തന്നെ സാർ. ആ പെണ്ണും എന്റെ അനിയനും ഒരുമിച്ച് പഠിച്ച. അവൻ പറഞ്ഞത് ഈ ചത്തചക്കനും ഈ പെണ്ണും തമ്മിൽ സ്നേഹത്തിലായിരുന്നു. ജോർജ് കുട്ടി നിരപരാധിയാ, അതുകൊണ്ടല്ലേ പോലീസുകാർക്കൊന്നും ചെയ്യാൻ പറ്റാത്തത്. ഈ നാട്ടില് ജോർജ് കുട്ടി നിരപരാധിയാണെന്ന് വിശ്വസിക്കുന്ന ഏക വ്യക്തി ഇക്കെ. ഓരോ സിഐമാര് വരുന്നത് അവരൊന്ന് അന്വേഷിക്കും. നമ്മുടെയൊക്കെ മരണം വരെ അവരുടെ അന്വേഷണം ഉണ്ടാകും. ആ പയ്യൻ ഇന്നലെ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. കുറച്ച് ദിവസമായി തോന്നുന്നു. യെസ് മാഡം, 2-3 ആഴ്ചയെങ്കിലും ആയി കാണും. ഒരു വള്ളിക്കെട്ട് കേസ് വന്ന് കയറിട്ടുണ്ടാ. അപ്പൊ അതിന്റെ പുറകെയാ. മീഡിയം പബ്ലിസിറ്റി ഒക്കെ ആവുന്നതിന് മുമ്പ് പത്രക്കാരിത് കുത്തിപ്പൊക്കുന്നതിന് മുമ്പ് ഒരു തീരുമാനത്തിൽ എത്തിയില്ലെങ്കിൽ കുറ്റവാളി ഒരാളാണെന്ന് ഉറപ്പിക്കാൻ സാധിക്കില്ല. അതിന് വ്യക്തമായ തെളിവുകൾ വേണം. പിടിക്കപ്പെട്ടയാൾ കുറ്റവാളിയാണെന്ന് ഉറപ്പില്ലാത്ത അവസരങ്ങളിൽ പോലീസ് ഇങ്ങനെ പ്രതികരിക്കാറുണ്ട്. എന്ത് തെളിവുണ്ടായിട്ടാണ് നിങ്ങൾ അറസ്റ്റ് ചെയ്തത്? സോറി, നോ മോർ കമന്റ്. ഹൗ ഡെയർ യു ടോക്ക് മീ ലൈക്ക് ദാറ്റ്? ഒരു നിരപരാധിയെ പിടിച്ചിടിച്ച് സമ്മതിപ്പിച്ചിട്ട് പത്രക്കാരോട് വിളമ്പാൻ നിങ്ങൾക്കായിരുന്നല്ലോ തിടുക്കം. IG ഗീതാ പ്രഭാകരന്റെ മകൻ വരുൺ പ്രഭാകരന്റെ തിരോധാനത്തെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളിൽ ജോർജ് കുട്ടിയുടെയും കുടുംബത്തിന്റെയും നിരപരാധിത്വം തെളിയുന്നു. ഇതേ തുടർന്ന് രാജാക്കാട് പോലീസ് സ്റ്റേഷനിൽ പോലീസ് കോൺസ്റ്റബിൾ സഹദേവനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തതടക്കം ഈ കേസുമായി ബന്ധപ്പെട്ട SI ഉൾപ്പെടെ മറ്റു പോലീസുകാരെ സ്ഥലം മാറ്റുകയും IG ഗീതാ പ്രഭാകരനോട് ലീവിൽ പോകാൻ DGP ആവശ്യപ്പെടുകയും ചെയ്തു. ഈ കേസിൽ സാം താല്പര്യം കാണിച്ചില്ലെങ്കിൽ ബിക്കോസ് ദിസ് കേസ് ഈസ് ചലഞ്ചിങ്. നിലവിലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റാനൊന്നും മേനോന് പ്ലാനില്ല. സാമിന്റേതായ ഒരു അൺഒഫീഷ്യൽ പാരലൽ എൻക്വയറി. ഒരു ശ്രമം അത്രേ ഞാൻ ആവശ്യപ്പെടുന്നുള്ളൂ. മേനോ സാർ പറഞ്ഞ കേസ് നീ അന്വേഷിക്കണം. There is no such thing as a perfect crime. തിരോധാനവും കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള യഥാർത്ഥ കൊലപാതകയെ ഒരു പോലീസുകാരൻ കണ്ടു. ഇത് പോലീസ് അന്വേഷണത്തിൽ വഴിത്തിരിവായിരിക്കുകയാണ്. എല്ലാ കേസുകളിലും എന്തെങ്കിലും തെളിവുകളോ ലിങ്കുകളോ. എവിടെയായിട്ടാ വണ്ടി കണ്ടത്? ഈ മാസം 3-ാം തീയതി ഞായറാഴ്ച രാവിലെ 7:15 ഞാൻ ഇരിട്ടിത്തറ തോമാച്ചനെ വീട്ടിൽ പാസ്പോർട്ട് വെരിഫിക്കേഷന് പോയത്. അവിടെ വെച്ചാണ് ഞാൻ കണ്ടത്. വണ്ടിയുടെ കളർ എന്തായിരുന്നു? ഒരു മഞ്ഞ മാരുതി സെൻ ആയിരുന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. നമ്മുടെ സ്റ്റേറ്റിലെ നൈറ്റ് പെട്രോളിംഗ് ഒന്ന് സ്ട്രോങ് ആക്കണം. പ്രത്യേകിച്ച് ഇന്ന് രാത്രി. ഹീസ് ഔട്ട് ദേർ. Please arrange a meeting with sir. ഇതാ ജോർജ് കുട്ടിയല്ലേ? Who's he? ഈ മാസം 2-ാം തീയതി തോന്നുന്നു സർ. ഈ 2 ബൂട്ട് പ്രിന്റുകളുടെ മെഷർമെന്റ്സ് എടുക്കണം സർ. ഈ ബൂട്ട് പ്രിന്റ് നമ്മൾ അന്വേഷിക്കുന്ന കൊലയാളിയുടേതാണ്. ഒരുപക്ഷെ ഈ കുട്ടി അറിയാം. ഒരു സാഹചര്യത്തിലും വരുണിനെ അറിയില്ല എന്ന് മോള് പറയരുത്. ഇത് വരുണല്ലേ? നിങ്ങൾ തമ്മിൽ എവിടെ വെച്ചാ പരിചയം? കഴിഞ്ഞ മാസം നേച്ചർ ക്ലബിന്റെ ഒരു സ്റ്റേറ്റ് ക്യാമ്പ് ഉണ്ടായിരുന്നു. അവിടെ വെച്ച് കണ്ട പരിചയം. He just recreated that day. He is mocking at the entire police department. നിങ്ങളുടെ ഈ ശത്രു നോർമൽ ആയ ഒരു വ്യക്തിയല്ല. An eccentric man. It's a calculated guess. So we have an eccentric killer out there. അവന് വേണ്ട ചില ഡോക്യുമെന്റ്സ് ഒഴിച്ച് ബാക്കിയെല്ലാം അവൻ നശിപ്പിക്കുകയായിരുന്നു. ഈ ഒരു സമയത്ത് നമ്മുടെ കയ്യിലുള്ള വിവരങ്ങൾ പുറത്തുവിട്ടാൽ അയാൾ മുങ്ങും. ഇത് സത്യമാണെങ്കിൽ
ആ സ്ത്രീകൾ വഴി നമുക്ക് കൊലയാളിയിലേക്ക് എത്താം. രണ്ടാമത്തെ പെൺകുട്ടി എത്തിയിട്ടുണ്ട്. ഞാൻ പറയാം. എക്സലന്റ് വർക്ക് സർ. പക്ഷേ സാം മനസ്സിലായി. നമ്മുടെ സ്റ്റേറ്റിലെ നൈറ്റ് പെട്രോളിംഗ് ഒന്ന് സ്ട്രോങ് ആക്കണം. He's out there. സ്വന്തം മകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഏതൊരച്ഛനും ഏതൊറ്റകളും കായലിൽ നിന്ന് ഒരു ഗാർബേജ് ബാഗിൽ പൊതിഞ്ഞ മ്യൂട്ടിലേറ്റഡ് ആയ പഴകിയ ഒരു ഹ്യൂമൻ സ്കള്ള് കിട്ടിയിട്ടുണ്ട്. സോ ഒബ്വിയസ്ലി ഇതൊരു നാച്ചുറൽ ഡെത്ത് അല്ല. സോ അന്വേഷണം തുടങ്ങിയിട്ടേ ഉള്ളൂ. കൂടുതൽ ഡെവലപ്മെന്റ്സ് എന്തെങ്കിലും ആയാൽ നിങ്ങളെ അറിയിക്കാം. കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായി ഫോറൻസിക് വിദഗ്ധരുടെ സേവനം ഉൾപ്പെടെ പ്രയോജനപ്പെടുത്തുമെന്ന് ഡെപ്യൂട്ടി കമ്മീഷണർ മാലിനി അരവിന്ദ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കസ്റ്റോഡിയൽ വയലൻസിന് ഒരു ഓസ്കാർ അവാർഡ് ഉണ്ടായിരുന്നെങ്കിൽ അത് വാരിക്കൂട്ടുമായിരുന്ന നമ്മുടെ കാക്കിക്കുള്ളിലെ കലാകാരന്മാരുടെ തിയറിയാണ് ജോർജ് കുട്ടി സിനിമ കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ടാണ് ഈ ക്രൈം ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. സത്യത്തിൽ പോലീസാണ് ഇവിടെ ഇൻസ്പയർ ആയത്. കാക്കിക്കുള്ളിലെ കലാകാരന്മാരുടെ തിയറിയാണ് ജോർജ് കുട്ടി സിനിമ കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ടാണ് ഈ ക്രൈം ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. സത്യത്തിൽ പോലീസാണ് ഇവിടെ ഇൻസ്പയർ ആയിരിക്കുന്നത്. അവർ ഹാജരാക്കിയ ജോർജ് കുട്ടിയുടെ മൊഴിയിലെ അതേ കൺഫെഷൻ തന്നെയാണ് 6 മാസങ്ങൾക്ക് മുമ്പ് പബ്ലിഷ് ചെയ്ത ദൃശ്യം എന്ന ഈ നോവലിലുള്ളത്. വായിച്ചു കൂട്ടിയ ഭാരം മതി പൊങ്ങി വരാതിരിക്കാൻ. ഒരു ഇനിഷ്യൽ ഒബ്സർവേഷന്റെ ബേസിൽ സ്കൾ മോർഫോളജി വെച്ചിട്ട് ഇപ്പൊ പറയാൻ പറ്റുന്നത് മരണം സംഭവിച്ചിരിക്കുന്നത് 2019 സെപ്റ്റംബർ ഓർ ഒക്ടോബർ. അപ്പോ ഞങ്ങളുടെ ആദ്യത്തെ ടാസ്ക് മരിച്ച ആളെ തിരിച്ചറിയുക എന്നുള്ളതാണ്. എടോ, നമ്മുടെ ഈ വിക്ടിമിന്റെ മിസ്സിംഗ് കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിലോ? ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. ആവശ്യമില്ലാത്ത ടെൻഷൻ നമ്മളെ അപകടത്തിലാണ്. ഇതുവരെ ഒന്നും സംഭവിച്ചില്ലല്ലോ, ഇനി ഒന്നും സംഭവിക്കത്തില്ല. ഒരു പരാതി കൊടുക്കാൻ പോലും ആരുമില്ലാത്ത ഒരാളാണെങ്കിലോ? യുനോ, ലൈക്ക് an orphan. കുട്ടിയുടെ പ്രശ്നവും എൻ്റെ പ്രശ്നവും കെട്ടുപണിഞ്ഞ് കിടക്കുന്ന പോലെ. അവൻ്റെ പരിഹാരം ഞാനും എൻ്റെ പരിഹാരം അവനുമാണെന്നൊരു തോന്നൽ. The time I know where to run though, I've no time to think though, I've no place to hide, I don't know. Time I know where to run though. എന്റെ കക്ഷിയെ ഭീഷണിപ്പെടുത്തി എഴുതി വാങ്ങിയ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതെ, ഇയാളെന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത്? I fear it's the beginning of something. 7 മാസത്തോളം ആരോ ഒരാൾ ഈ ഫോൺ ചാർജ് ചെയ്ത് ഉപയോഗിച്ചിരുന്നു. ബസ്സിലോ ട്രെയിനിലോ മറ്റോ ഉപേക്ഷിച്ചതാണെങ്കിലും ഈ കുട്ടി അറിയും. ഇത് വരുണല്ലേ? ഞങ്ങളുടെ യാചനകളൊന്നും അവൻ ചെവിക്കൊണ്ടില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന വെപ്രാളത്തിൽ പറ്റിയ ചെറിയൊരു കയ്യബദ്ധം. ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന ഉറപ്പോടെ എന്നേക്കുമായി ആ അതിഥിയെ ഞങ്ങൾ മടക്കി അയച്ചു.
നിങ്ങളുടെ ഹൃദയവിശാലതയൊന്നും എനിക്കില്ല. ഞാൻ വെറും ഒരു സാധാരണക്കാരനാണ്. സ്വന്തം മകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഏതൊരച്ഛനും ഏതറ്റം വരെയും പോകും. ബേബി, താൻ എന്നോട് എന്തെങ്കിലും മറച്ചു വയ്ക്കുന്നുണ്ടോ? ഇല്ല, സത്യം. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആസ് പെർ DNA റിപ്പോർട്ട് ഈ സ്കെലിറ്റൻ വരേണ്ടതല്ല. The time, Did you expect this? Hey, like you said, the it's time. just a beginning. എന്തൊരു മനുഷ്യനാണ് അയാൾ. ഒരു ഭാഗ്യ പരീക്ഷണത്തിനായി വർഷങ്ങളുടെ കാത്തിരിപ്പ്. That man is a classic criminal and is scot free. Stories burning like a fire. See the shadow lighting up the fire. പോലീസ് ആ ചെറുപ്പക്കാരന്റെ ബോഡി കണ്ടെത്തിയാൽ ഉണ്ടാകുന്ന തുടർ നടപടികളെക്കുറിച്ച് നായകൻ എങ്ങനെയോ മനസ്സിലാക്കുന്നു. ശരിക്കും ഇതുപോലൊരു അസ്ഥികൂടം അവിടെ നിന്ന് കണ്ടെത്തിയാൽ എന്താ പോലീസ് പ്രൊസീജിയേഴ്സ് എന്ന് ഒന്ന് അന്വേഷിച്ചു തരാം. അയാൾ ആവശ്യപ്പെട്ടതുപോലെ എന്റെ പരിചയത്തിലുള്ള ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ സഹായത്തോടെ ആ വിവരങ്ങൾ ഞാൻ ശേഖരിച്ചു. ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല, ഇനിയൊന്നും സംഭവിക്കത്തില്ല. അതെ, അവരിതിപ്പോഴും അന്വേഷിക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മുടെ മോഹൻജിനെ കണ്ടിരുന്നു. നമ്മുടെ ജോർജ് കുട്ടിയുടെ കേബിൾ TV ഓഫീസിലുണ്ടായിരുന്നു. അങ്ങനോട് വഴക്കിട്ട് പോയാ അത് തന്നെ. ഈ സ്കള്ളിന് 1 വർഷത്തിന് മേലെ പഴക്കമുണ്ട്. അതായത് മരണം സംഭവിച്ചിരിക്കുന്നത് 2019 സെപ്റ്റംബർ ഓർ ഒക്ടോബർ. ഒരു പരാതി കൊടുക്കാൻ പോലും ആരുമില്ലാത്തൊരാളാണെങ്കിലോ? ആ കുട്ടിയുടെ പ്രശ്നവും എൻ്റെ പ്രശ്നവും കെട്ടുപിടിഞ്ഞ് കിടക്കുന്ന പോലെ അവൻ്റെ പരിഹാരം ഞാനും എൻ്റെ പരിഹാരം അവനുമാണെന്ന് തോന്നുന്നു. ലൈക്ക് an orphan. ലോ കോളേജിൽ പഠിക്കുമ്പോൾ ബേബിക്കൊരു ഭയങ്കര പ്രേമം ഉണ്ടായിരുന്നു. നല്ല കുട്ടിയായിരുന്നു. പിന്നെന്തോ അവര് തമ്മിൽ തെറ്റി അങ്ങ് വഴിപിരിഞ്ഞു. അവളെ പഠിപ്പിച്ചതും കെട്ടിച്ചു വിട്ടതും ഒക്കെ സാറ. തന്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ ശപഥമെടുത്തൊരു മനസ്സാണ് അയാളുടെ. നമുക്ക് ജയിക്കാനാവില്ല. കഥ ഇനി അവസാനിച്ചിട്ടില്ല. ഈ ക്ലൈമാക്സിന് ഒരു ടൈലന്റ് കൂടി ഉണ്ടായിരുന്നു. എൻ്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം, അതാണ് എൻ്റെ കുടുംബം. അതിനപ്പുറത്തേക്കൊരു ലോകം ഞാൻ സ്വപ്നം പോലും കണ്ടിട്ടില്ല. ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ ഒരു അതിഥി വന്നു. ഞങ്ങളുടെ കുടുംബം ശിഥിലമാക്കാൻ കെൽപ്പുള്ളൊരു അതിഥി. ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന ഉറപ്പോടെ എന്നേക്കുമായി ആ അതിഥിയെ ഞങ്ങൾ മടക്കി അയച്ചു. ഇവിടെയാണ് ജോർജ് കുട്ടി എന്ന 4ാം ക്ലാസ്സുകാരനെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തത്. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആസ് പെർ DNA റിപ്പോർട്ട് ഈ സ്കെലിറ്റൻ വരേണ്ടതല്ല.
man. That man is a classic criminal and is scot free. എല്ലാവർക്കും എന്ന പോലെ എനിക്കും എൻ്റെ കുടുംബം വലുതാണ്. അത് തകരാതിരിക്കാൻ ഞാൻ എന്തും ചെയ്യും. അവിടെ എൻ്റെ മുന്നിൽ ശരികൾ മാത്രമേ ഉള്ളൂ. ഞങ്ങളോട് പൊറുക്കണം.